മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരണാധികാരി പക്ഷം പിടിച്ചെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ച ശേഷമാണ് CPIM അംഗങ്ങൾ പെട്ടിയിലിട്ടതെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് അശ്വജിത്ത്. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരണാധികാരി പക്ഷം ചേർന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയതായി ആരോപണം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആരോപണമായി ഉന്നയിച്ചത്. വോട്ട് പരസ്യമായി ചെയ്യുകയും പെട്ടിയിലാക്കേണ്ട വോട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കാണിച്ച ശേഷമാണ് CPIM അംഗങ്ങൾ പെട്ടിയിലിട്ടതെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അശ്വജിത്ത്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹുസൈൻ ഷഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ ഭരണാധികാരിയോട് ഇത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഭരണാധികാരി ഇക്കാര്യം അവഗണിച്ചതായും പറയുന്നു. നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവയെല്ലാം കൃത്യമായി മൊബൈലിൽ തെളിവായി ശേഖരിച്ചിട്ടുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും ഒന്നാം വാർഡ് അംഗം കൂടിയായ ഹുസൈൻ ഷഫീഖ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ആരോ പക്ഷം ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സിലായിട്ടുള്ളതാണ്. ആരോനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിരുന്നു, വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും കാണിച്ചുകൊണ്ടാണ്, അതിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് ബോക്സിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് അവിടെ നമ്മൾ എതിർത്ത് സംസാരിച്ചപ്പോൾ ആരോ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാതെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 7ഉം 6ഉമാണ് UDFന്റെ LDFന്റെയും കക്ഷിനില. അവിടെ ജയപരാജയമല്ല അവിടെ നമുക്ക് ആവശ്യം. അവിടെ ആര് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഇലക്ഷൻ നടക്കേണ്ടത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും നടക്കാൻ പാടാത്ത രീതിയിലാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. കൂടാതെ 4ാം വാർഡിന്റെ മെമ്പർ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം നമുക്ക് ബാലറ്റ് പേപ്പർ തന്നു കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പർ കിട്ടി ബോധിച്ചു എന്ന് നമുക്ക് കിട്ടിയാൽ അത് പിന്നെ ബാലറ്റ് നമ്മുടേതാണ്. ആ ബാലറ്റിൽ ഒപ്പിടുന്ന സമയത്ത് 4ാം വാർഡിലെ മെമ്പർ ഒപ്പിടുന്ന സമയത്ത് വരണാധികാരിയുടെ ഒപ്പില്ലാത്തത് ആ സമയത്താണ് വരണാധികാരിയുടെ ഒപ്പ് ആ ബാലറ്റ് പേപ്പർ 4ാം വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒപ്പിടുന്നത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യ ലംഘനമാണ്. ഇതിന്റെ വീഡിയോ ക്ലിപ്പും ഇതിന്റെ ഫോട്ടോയും ഒക്കെ നമ്മുടെ കൈകളിലുണ്ട്. ഈ വോട്ട് ചെയ്ത രീതികളുടെ എല്ലാ ഫോട്ടോയും വീഡിയോയും കൈകളിലുണ്ട്. ഇതിനെതിരെ കോടതിയെ സമീപിക്കും. മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത്, ഹുസൈൻ ഷഫീഖ്, P സ്വാമിനാഥൻ, ABM ബഷീർ, P പ്രശാന്ത്, ഫൈസൽ എന്നിവർ മണ്ണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ കേരളം ഒട്ടാകെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി അനുബന്ധിച്ച് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇലക്ഷൻ നടന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ UDFന്റെയും മെമ്പർമാർ അവിടെ പങ്കെടുക്കുകയും അവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPM പാർട്ടി ഓഫീസിൽ നടക്കേണ്ട ഒരു വോട്ടെടുപ്പാണെന്നാണ് മണ്ഡല കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മെമ്പർമാർ സുതാര്യമായി വോട്ട് ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ഒരു CPM പ്രവർത്തകൻ ചെയ്യുന്ന രീതിയിലാണ് ആരോ ഇന്നലെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ആർഒയിൽ നിന്നും വാങ്ങി വോട്ട് രേഖപ്പെടുത്തി CPMന്റെ അല്ലെങ്കിൽ LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കാണിച്ചു കൊടുത്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ ആ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിച്ചത്. അത് ഒരു സുതാര്യമായ ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഈ സാഹചര്യം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായി എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ നടത്തുമെങ്കിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഇതേപോലെ തന്നെയായിരിക്കും നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്.